വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോശജാലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ കോശത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. സസ്യകോശത്തെക്കുറിച്ചും ജന്തുകോശത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കോശജാലങ്ങളിൽ പറയുന്നത് കൂടുതലും കലകളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. ഈ കലകളെ കുറിച്ചിട്ട് എപ്പോഴും PSC ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. നിയോജക കല ഏതാണെന്നും അതുപോലെ തന്നെ പേശി കല എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന് എക്സാമ്പിൾസ് അടക്കം ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു ഈ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് കോശജാലങ്ങൾ എന്നാണ്. ശരീരഭാഗങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം അല്ലേ, ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോശങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ കോശങ്ങളുണ്ട്? നാഡീകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ എന്നിവയൊക്കെ എന്താണ്? കോശങ്ങളാണ് അല്ലേ. ഇനി കോശങ്ങളിലെ വൈവിധ്യം. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നാഡീകോശം, അതുപോലെ തന്നെ പേശീകോശം, രക്തകോശം, അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്തൊരു മഹാത്ഭുതമാണ് ഈ ശരീരം എന്ന് പറയുന്നതൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെ, മനുഷ്യ ശരീരം ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കോശങ്ങളുടെ ക്രമീകൃതവും നിയന്ത്രിതവുമായ പ്രവർത്തനമാണ് ശരീരത്തിൻ്റെ സുസ്ഥിതിക്ക് ആധാരം. കോശങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം കോശജാലങ്ങളെയാണ് കലകൾ എന്ന് വിളിക്കുന്നത്. അതായത് കോശങ്ങൾ എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ലാതെ എപ്പോഴും ഒരുമിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് കാരണം ഇതിനെന്ന് വിളിക്കാം, കലകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ കലകൾ എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞു? ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതിലെ ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായിട്ടുള്ള സമാന കോശങ്ങളെയാണ് കലകൾ എന്ന് പറയുന്നത്. ബഹുകോശ ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട്. വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായിട്ട് നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം സഹായിക്കുന്നു. അപ്പോൾ ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു ധർമ്മം അല്ലേ, ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സസ്യകോശങ്ങൾ, സമാന കോശങ്ങളുണ്ടായിരിക്കും, സസ്യകോശങ്ങളുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഓരോ ജീവികളിലും എന്തുണ്ട്? കോശങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ സമാന കോശങ്ങളുടെ കൂട്ടത്തെയാണെന്ന് പറയുന്നത് കലകൾ എന്ന് പറയുന്നത്. ജന്തുക്കളിലും സസ്യങ്ങളിലും ഈ കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇനി ഒറ്റ കോശത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. സിക്താണ്ഡം ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ടല്ലേ. സിക്താണ്ഡം എന്ന് പറയുന്ന ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഈ സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. സിക്താണ്ഡം തുടർച്ചയായി ഉപയോഗിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് എന്തായി മാറും? ഭ്രൂണമായിട്ട് മാറും. അപ്പോൾ സിക്താണ്ഡം എന്ന് പറയുന്നത് എന്തായി മാറും? ഭ്രൂണമായിട്ട് മാറും. അങ്ങനെ ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായ ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. ഈ പ്രക്രിയയാണ് കോശവൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ജീവൻ എന്ന് പറയുന്നത് സിക്താണ്ഡത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഈ സിക്താണ്ഡമാണ് പിന്നീട് ഭ്രൂണകോശങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നാഡീകോശങ്ങളുണ്ട്, അസ്ഥികോശങ്ങളുണ്ട്, രക്തകോശങ്ങളുണ്ട്, പേശീകോശങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പിക്ചറിൽ പറയുന്നുണ്ടല്ലോ അല്ലേ, വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങൾ, അതുപോലെ തന്നെ അതിൽ നിന്നും ഭാഗികമായിട്ട് വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളായിട്ടുള്ള ഭ്രൂണകോശങ്ങളെ പറയുന്നുണ്ട്. ഇനി പൂർണ്ണമായിട്ടും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ് ഈ നാഡീകോശങ്ങളും അസ്ഥികോശങ്ങളും രക്തകോശങ്ങളും പേശീകോശങ്ങളും ഒക്കെ. എന്താണ് ഇതിലെ വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്? വിത്തുകോശങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റെം സെൽസ് എന്ന് വെച്ചാൽ എന്താണ്? ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. ഏത് കോശം വേണമെന്നുണ്ടെങ്കിലും മാറാൻ, ഏത് കോശമായിട്ട് മാറാനുള്ള കഴിവിനെയാണ് എന്ന് പറയുന്നത് വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. ഇവ മൂലക കോശങ്ങളെന്നും അറിയപ്പെടുന്നു. ഇവ എന്താണ് അറിയപ്പെടുന്നത്? മൂലകോശങ്ങളും എന്നും അറിയപ്പെടുന്നു. വിത്തുകോശങ്ങളെയാണ് മൂലകോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്തുകോശ
വിത്തുകോശങ്ങൾ മറ്റു കോശങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ ഈ വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത് കുറേ പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷമാണ് മറ്റു കോശങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് മൂലകോശങ്ങൾ എന്നറിയപ്പെടുന്നത്. ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്തുകോശങ്ങൾ മറ്റു കോശങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നത്. വിത്തുകോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്തുകോശങ്ങൾ തന്നെയായി തുടരുവാനോ ഉള്ള കഴിവുണ്ട്. വിത്തുകോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായിട്ട് മാറുവാൻ അല്ലെങ്കിൽ വിത്തുകോശങ്ങളിൽ തന്നെ തുടരാനുള്ള കഴിവുണ്ട്. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ്. അപ്പോൾ എന്താ പറയുന്നത്, വിത്തുകോശങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോശമായിട്ട് മാറാം, അല്ലെങ്കിൽ അത് ഈ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള കഴിവൊക്കെ ഉണ്ട്. കലകളിലെ കോശങ്ങൾക്കോ അത് നശിക്കുമ്പോൾ എന്ത് സംഭവിക്കും, പുതിയ കോശങ്ങളായിട്ട് രൂപപ്പെടും അല്ലേ. മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളെല്ലാം എന്താണ്, വിത്തുകോശങ്ങളാണ്. കാരണം എന്താണ്, ഇവ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, മറ്റു കോശങ്ങളായിട്ട് മാറാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് തുടരാനുള്ള അതേ ഒരു അവസ്ഥയിൽ തന്നെ തുടരാനുള്ള കഴിവുണ്ട്. അതിന് എക്സാമ്പിളാണ് മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളെല്ലാം. ഗവേഷണശാലകളിലെ സവിശേഷ സാഹചര്യങ്ങളിൽ വിത്തുകോശങ്ങളിൽ നിന്നും അഭിലഷണീയ കോശങ്ങൾ രൂപപ്പെടുത്തുവാൻ നിന്ന് ശാസ്ത്രലോകത്തിന് കഴിയും. രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലൊക്കെ വിത്തുകോശ ഗവേഷണം വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതെന്ന് പറയുന്നത് വിത്തുകോശങ്ങൾ എന്ന് വെച്ചതാണ് ഒന്നില്ലെങ്കിൽ വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായിട്ട് മാറാമില്ലാന്നുണ്ടെങ്കിൽ അതേ അവസ്ഥയിലൊക്കെ തുടരാനുള്ള കഴിവുണ്ട്. അത് കാരണം ശാസ്ത്രീയ ലോകം ഇത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇന്നൊക്കെ ജന്തുകലകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആനിമൽ ടിഷ്യൂസിലെ ജന്തുകലകളെക്കുറിച്ച് പറയാണ്. ആവരണകല, നാഡീകല, പേശീകല, യോജകല എന്നൊക്കെ പറയുന്ന കലകളുണ്ട്. എന്താണ് ആവരണകല എന്ന് വെച്ചാൽ എന്താണ്, ആവരണമാണ്, അതായത് പൊതിഞ്ഞ് സംരക്ഷിക്കുക, ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. എന്താണ് അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു, എന്താണ് പറയുന്നത്, അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആകിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. അപ്പോൾ ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്, ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആകിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, നാഡീകലയാണ് പറയുന്നത് അല്ലേ. നാഡീകലയാണ് പറയുന്നത് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണ്, നാഡീകലയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകലയാണ്. നാഡിയുടെ ഇതാണ് അല്ലേ, ധർമ്മമാണല്ലേ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഏകോപിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുവാൻ സഹായിക്കുന്നതും നാഡീകലയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുക, അതുപോലെ തന്നെ ശരീരത്തിനകത്തും പുറത്തുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ആണ് പേശീകല. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കുവാനുള്ള കഴിവുള്ള കോശങ്ങളുള്ളത് പേശീകലയിലാണ്. സങ്കോചിക്കുവാനും പൂർവ്വസ്ഥിതി പ്രാപിക്കുവാനും അതുപോലെ തന്നെ ശരീരചലനം സാധ്യമാക്കുന്ന എന്താണ്, പേശീകലയാണ്. അപ്പോൾ നമ്മൾ ഈ ചലനത്തെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ്സിൽ SCERT പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അസ്ഥി, പേശി, അവരുടെ ചലനങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ആ ചാപ്റ്ററിൽ. ഇനി യോജകകല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്, പേര് പറയുന്നില്ലേ, യോജിപ്പിക്കാം. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായിട്ട് വർത്തിക്കുകയോ ചെയ്യണം. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ വിവിധ യോജകകലകളാണ്. അപ്പോൾ യോജകകലയുടെ എക്സാമ്പിൾ നന്നായി പഠിച്ചു വെക്കണം. എന്താണ്, അസ്ഥി, തരുണാസ്ഥി, അതുപോലെ നാരുകല, രക്തം. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു അല്ലേ. നമ്മൾ പഠിച്ചു അല്ലേ, 9ാം ക്ലാസ്സിൽ SCERT ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അസ്ഥിയും തരുണാസ്ഥി എന്ന് പറയുന്നത് ശരീരത്തിന് താങ്ങും സംരക്ഷണമാണ് നൽകുന്നത്. നാരുകല എന്ന് പറയുന്നത് എന്താണ്, ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറയുന്നത് ഇതര കലകളെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, ആവരണകല എന്ന് വെച്ചാൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സംരക്ഷണം, ആകിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നിവയൊക്കെ എന്തിലാണ് നടക്കുന്നത്, ആവരണകലയിലാണ് നടക്കുന്നത്. നാഡീകല എന്ന് വെച്ചാൽ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുവാനായിട്ട് സഹായിക്കുന്നു. നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുക, അതുപോലെ തന്നെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാം. പേശീകല എന്ന് വെച്ചാൽ എന്തായിരുന്നു, സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള കഴിവുള്ള കോശങ്ങളാണ്. ശരീരചലനം
സാധ്യമാക്കുന്നു. യോജികല എന്ന് വെച്ചാൽ എന്താണ്? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായിട്ട് വർത്തിക്കുകയോ ചെയ്യുന്നു. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവയൊക്കെ എന്താണ്? വിവിധ യോജിക കലകളാണ്. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണമാണ് നൽകുന്നത്. നാരുകല എന്ന് പറയുന്നത് ഇതര കലകളെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നുണ്ട്. ഓക്കെയാണല്ലോ. രക്തത്തിൻ്റെ ധർമ്മം നമ്മൾ പറഞ്ഞില്ലേ? പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം എന്നിവയ്ക്ക് സഹായിക്കുന്ന രക്തമാണ്. അസ്ഥിയും തരുണാസ്ഥിയും താങ്ങും സംരക്ഷണമൊക്കെ നൽകുകയാണ് ചെയ്യുന്നത്. നാരുകല എന്ന് വെച്ചാൽ ഇതര കലകളെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി യോജികല എന്ന് പറയുന്നതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് യോജിക കലകൾ നിർവഹിക്കുന്നത്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ. അപ്പോൾ പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന എന്താണ്? ടെൻഡനുകളാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് എന്താണ്? സ്നായുക്കളാണ്. കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്ന നാരുകല. കണ്ണുകളെയും വൃക്കകളെയും ഉറപ്പിച്ച് നിർത്തുന്നത് നാരുകലയാണ്. എന്നിവയെല്ലാം ഈ ധർമ്മമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്താണ്? ടെൻഡനുകളാണ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത്. ഇനി അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ്? സ്നായുക്കളാണ്. ഇനി എന്താ പറഞ്ഞത്? കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് നാരുകലയാണ്. കണ്ണുകളെയും അതുപോലെ തന്നെ വൃക്കകളെയും എല്ലാം അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് ഏതാണ്? നാരുകലയാണ്. യോജികലകളായ അസ്ഥികലയും തരുണാസ്ഥികലയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ആന്തര അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ദ്രാവകലയായ രക്തം എന്താണ്? യോജികലയാണെന്ന് പറഞ്ഞു. ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളെയാണ് യോജിക കലകൾ എന്ന് പറയുന്നത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകൾ ഏതാണ്? യോജിക കലകളാണ്. അതിൽ അസ്ഥിയും തരുണാസ്ഥിയും രക്തമൊക്കെ അതിന് എക്സാമ്പിളാണെന്ന് പറഞ്ഞു അല്ലേ? ഇനി സസ്യങ്ങൾ എങ്ങനെയാണ്? സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിലാണ് വളർച്ച പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലേ? കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിലാണ് പ്രധാനമായിട്ടും വളർച്ച ഉണ്ടായിരിക്കുക. ജന്തുക്കളിൽ വളർച്ച പ്രത്യേക സ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചല്ല നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് മെരിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത്? സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളെയാണ് മെരിസ്റ്റമിക കോശങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എത്ര നേരം വരെ പറഞ്ഞു? കാണ്ഡത്തിൻ്റെയും വേരും സസ്യങ്ങളുടെ എന്താണ്? വേരും കാണ്ഡം ഒക്കെ അല്ലേ? അവിടെയാണ് കൂടുതലായിട്ടും വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നു. എന്ന് പറയുന്നത് സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ മെരിസ്റ്റമിക കോശം നൽകിയിട്ടുണ്ട്, പൂർണ്ണ വളർച്ചയെത്തിയ കോശം നൽകിയിട്ടുണ്ട്. മെരിസ്റ്റമിക കോശം എന്ന് വെച്ചാൽ എന്താണ്? താരതമ്യേന വലിയ മർമ്മമാണ്, കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തിയാണ്, കൂടുതൽ കോശദ്രവ്യം ഉണ്ടായിരിക്കും. എന്നാൽ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ എന്ത് സംഭവിക്കും? പ്രാഥമിക ഭിത്തി എന്ന് പറയുന്നത് കട്ടി കൂടില്ലേ? അതുപോലെ തന്നെ കട്ടി കൂടിയ ദ്വിതീയ ഭിത്തി ഉണ്ടാവും. പ്രാഥമിക ഭിത്തി ഉണ്ടാവും, ദ്വിതീയ ഭിത്തി ഉണ്ടാവും. അപ്പോൾ അതാണ് പൂർണ്ണ വളർച്ച എത്തുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കിയ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഈ പിക്ചറിൽ നിന്നും കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലിറൻ കൈമ, സൈലം ഫ്ലോയം എന്നിവ പറഞ്ഞ് നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് കോശങ്ങളാണ്. ഇത് എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ് ടിഷ്യൂസ് ആണ്, സസ്യകലകളാണ്. ഈ കോശങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് എന്തുണ്ടായിട്ട് മാറും? സസ്യകലകളായിട്ട് മാറും. ഈ സസ്യകലയിൽ നിന്നും ഈ ഒരു ഭാഗത്ത് നിന്നും കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സസ്യകലകൾ എന്ന് പറയുന്നത് പ്ലാന്റ് ടിഷ്യൂ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ. പാരൻ കൈമ എന്ന് വെച്ചാൽ എന്താണ്? പാരൻ കൈമ എന്ന് വെച്ചാൽ മൃദുവായ മാർഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ്. അതുപോലെ തന്നെ മൃദുവായ സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് പാരൻ കൈമയാണ്. അപ്പോൾ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങളാണ്, മൃദുവായ സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് പാരൻ കൈമയാണ്. ഇനി നെക്സ്റ്റ് നോക്കി കോളൻ കൈമ എന്ന് വെച്ചാൽ എന്താണ്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് കോളൻ കൈമ. അതായത് മൂലകളിൽ മാത്രമല്ലേ? കോശഭിത്തിയുടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ പഠിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ
കോളൻകൈമയും സ്ക്ലീറൻകൈമയും തന്നിട്ടുണ്ടായിരുന്നത്. കോളൻകൈമ എന്ന് വെച്ചാൽ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയതാണ്. പക്ഷേ സ്ക്ലീറൻകൈമ എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും കട്ടി കൂടിയതാണ്. അപ്പോൾ കോളൻകൈമ എന്ന് വെച്ചാൽ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നു. അതുപോലെ തന്നെ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻകൈമയാണ്. ഇനി സ്ക്ലീറൻകൈമ എന്ന് വെച്ചാൽ എന്താണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുകയാണ് രണ്ടും ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ അല്ലേ? മറ്റേന്ന് വെച്ചാൽ എന്താണ്? കോളൻകൈമ എന്ന് വെച്ചാൽ ഒരു മൂലയിൽ മാത്രം കട്ടി കൂടിയതാണെന്നുണ്ടെങ്കിൽ സ്ക്ലീറൻകൈമ എല്ലാ ഭാഗത്തും കട്ടി കൂടിയതായിരിക്കും. പാരൻകൈമ എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനൊക്കെ സഹായിക്കുന്നു. മൃദുവായ സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും ലഘുഘടനയുള്ള കോശം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? പാരൻകൈമയാണ്. കോളൻകൈമ എന്ന് വെച്ചാൽ മൂലകളിൽ മാത്രമാണ് സസ്യഭാഗങ്ങൾക്ക് വഴക്കം താങ്ങും നൽകുന്നുണ്ട്. സ്ക്ലീറൻകൈമ എന്ന് വെച്ചാൽ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങളാണ് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സംവഹന കലകളെ കുറിച്ചിട്ടാണ്. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യണം അല്ലേ? അപ്പോൾ സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണം ഇലകളിലേക്ക് പോകണം. അതുപോലെ തന്നെ ഇലകളിൽ നിന്ന് ബാക്കി എല്ലാ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യണം. ഇതിനു വേണ്ടി സഹായിക്കുന്നത് ഈ ധർമ്മം നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളെയാണ് സംവഹന കലകൾ എന്ന് പറയുന്നത്. പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടയാകിയാൽ ഇവ സങ്കീർണ കലകൾ എന്നാണ് അറിയപ്പെടുന്നത്. സസ്യങ്ങളിൽ 2 തരം സങ്കീർണ കലകളാണുള്ളത്, സൈലവും ഫ്ലോയവും. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? സൈലം ഫ്ലോയത്തെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത്. സംവഹന കല എന്ന് വെച്ചാൽ സംവഹിക്കണം. അതായത് എന്താണ്? പല ഭാഗങ്ങളിലേക്ക് ഈ ചെടികളിൽ നിന്നും നമ്മളൊരു വേര് വലിച്ചെടുക്കുകയാണ്, ജലം ലവണം വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വേര് വലിച്ചെടുക്കണം. അതിനുശേഷം അതിനെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകണം. അതിനെയാണ് എന്ന് പറയുന്നത് പദാർത്ഥ സംവഹനം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് സസ്യങ്ങളുള്ളതാണ് സംവഹന കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ സൈലം എന്ന് വെച്ചാൽ എന്താണ്? അതിന് സഹായിക്കുന്നതാണ് സൈലം ഫ്ലോയും. സൈലം എന്ന് വെച്ചാൽ എന്താണ്? നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നോക്കി, സൈലം എന്ന് പറയുന്നത് എന്താണ്? നീണ്ട കോശങ്ങൾ ചേർന്നിട്ട് കുഴലുകൾ പോലെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നു. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. അപ്പോൾ സൈലം എന്ന് വെച്ചാൽ നീണ്ട കോശങ്ങൾ ചേർന്നിട്ടാണ് കുഴലുകളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണം ഇലകളിലേക്ക് എത്തിക്കുന്നു. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. നെക്സ്റ്റ് എന്താണ്? ഫ്ലോയമാണ്. ഫ്ലോയം എന്ന് വെച്ചാൽ എന്താണ്? കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നാണ്. അതും കുഴലുകളായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷെ എന്താണ് വ്യത്യാസം? പരസ്പര ബന്ധിത കോശങ്ങളായിരിക്കും. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഫ്ലോയം ചെയ്യുന്നത്. വേരിൽ നിന്നും ആഗിരണം ചെയ്യുന്ന ജലം ലവണം ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലമായിരുന്നു. എന്നാൽ ഫ്ലോയം എന്ന് വെച്ചാൽ എന്താണ്? ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ സംവഹന കലകൾ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു സസ്യകലകളായിട്ടുള്ള യോജ്യകല, ആവരണകല, പേശികലയൊക്കെ പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് നോക്കി നോക്കിയ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കി നോക്കിയേ. കലകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ് പറയുന്നത്. നാഡീകല, ആവരണകല, യോജ്യകല, പേശികല എന്നിവയൊക്കെ എന്തിലുണ്ട്? അവയവങ്ങൾ, ആമാശയത്തിലും കുടലിലൊക്കെ കാണപ്പെടുന്നതാണ് നാഡീകല, ആവരണകല, യോജ്യകല, പേശികല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയ്ക്കൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. നിരവധി അവയവങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ശാരീരിക ധർമ്മങ്ങൾ അനുസൃതം നടക്കുന്നത്. ദഹന വ്യവസ്ഥയിലെ അവയവങ്ങളായ ആമാശയം, കരൾ, കുടൽ എന്നിവയുടെ കൂട്ടായ പ്രവർത്തന ഫലമാണ് ദഹനം എന്ന് പറയുന്നത്. അപ്പോൾ ദഹനത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ് CRTയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദഹനം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഫുള്ള് അത് തന്നെ പറയുന്നത് കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ എന്നാൽ ദഹനഫലമായിട്ടുള്ള പോഷകങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ദഹന വ്യവസ്ഥ മാത്രം പ്രവർത്തിച്ചാൽ മതിയാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആണോ നോക്കി, ഒരു അവയവ വ്യവസ്ഥയ്ക്കും വേറിട്ട് പ്രവർത്തിക്കാനായിട്ട് മാറില്ല. കാരണം എന്താണ്? ഏത് ശാരീരിക പ്രവർത്തനം പൂർണ്ണമാകുന്നത് വിവിധ അവയവ വ്യവസ്ഥകളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ്. കോശങ്ങൾ ചേർന്ന കലകളും കലകൾ ചേർന്ന അവയവങ്ങളും അവയവങ്ങൾ ചേർന്നാണ് അവയവ വ്യവസ്ഥകൾ രൂപപ്പെടുന്നത്. എന്താണ്? കോശം ചേർന്നതായിട്ട് മാറും, കലയായിട്ട് മാറില്ലേ? കോശം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? കോശം എന്ന് പറയുന്നത് കലയായിട്ട് മാറും. കോശം എന്ന് പറയുന്നത് കലയായിട്ട് മാറും. കല എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അവയവമായിട്ട് മാറും.
അവയവമായിട്ട് മാറും. അവയവം എന്നുള്ളത് അവയവ വ്യവസ്ഥയായിട്ട് മാറും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്നതാണ് ഒരു ജീവി. അവയവ വ്യവസ്ഥകൾ പരസ്പര ബന്ധിതമായി പ്രവർത്തിക്കുമ്പോഴാണ് ഏതൊരു ജീവിക്കും സ്വതന്ത്രമായിട്ട് നിൽക്കുവാൻ കഴിയുന്നത്. അവയവ വ്യവസ്ഥകൾ സങ്കീർണമാകുമ്പോൾ ശരീരഘടനയും സങ്കീർണമാകുന്നു. മനുഷ്യരുൾപ്പെടെ ഉയർന്ന തലത്തിലുള്ള ജന്തുക്കളുടെ ശരീരഘടന വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്ന് രൂപപ്പെട്ടതാകിയാൽ ഏറെ സങ്കീർണമാണ്. എല്ലാ ജീവികളിലും അവയവ വ്യവസ്ഥകൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കോശങ്ങളാണ് ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞില്ലേ, ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശങ്ങളാണ്. കോശഭാഗങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിവിധ പദാർത്ഥങ്ങൾ കൊണ്ടാണ്. എല്ലാ പദാർത്ഥങ്ങളും അടിസ്ഥാനപരമായിട്ട് ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്കറിയാം. ആറ്റം മുതൽ ജീവി സമുദായം വരെയുള്ള ഘടനാതലങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നോക്കി, ആറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, നമ്മൾ എങ്ങനെയാണ് ഒരു ജീവി ഉണ്ടാക്കുന്നത് എന്നുള്ള പ്രോസസ്സ് നൽകിയിട്ടുണ്ട്. ആറ്റം എന്നുള്ളത് എന്തായി മാറും? തന്മാത്രയായിട്ട് മാറും. തന്മാത്ര എന്നുള്ളത് കോശാംഗമായിട്ട് മാറും. പിന്നെ അത് കോശമാകും, പിന്നെ കലയാവും, പിന്നെ അവയവമാവും, പിന്നെ അവയവ വ്യവസ്ഥയായി മാറും, പിന്നെ ഒരു ജീവിയായിട്ട് മാറും അല്ലേ. ജീവി എന്ന് പറയുന്നത് ജീവി ഗണമാവും, അതുപോലെ തന്നെ ജീവി സമുദായമായിട്ട് മാറും. അപ്പോൾ ആറ്റം എന്നുള്ളത് തന്മാത്രയായിട്ട് മാറും. തന്മാത്ര എന്നുള്ളത് കോശാംഗമാകും, പിന്നെ കോശമാകും, പിന്നെ കലയാവും, പിന്നെ അവയവമാകും. അങ്ങനെ അവയവ വ്യവസ്ഥ ഉണ്ടാവും. അവയവ വ്യവസ്ഥകളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. അങ്ങനെ ജീവി ഗണം, ജീവി സമുദായം എന്നിങ്ങനെ പോകും അല്ലേ. തുടർച്ചയായ വിഭജനത്തിൻ്റെയും വൈവിധ്യവൽക്കരണത്തിൻ്റെയും ഫലമായാണ് കോശങ്ങളിൽ നിന്നും സങ്കീർണ്ണ ഘടനയുള്ള ജീവശരീരം രൂപപ്പെടുന്നത്. ഉയർന്ന ഘടനാ തലത്തിലുള്ള ജീവികളിൽ വൈവിധ്യമാർന്ന കലകൾ അനുപൂരകമായി ചേർന്ന് സങ്കീർണമായ നിരവധി ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. കലകളുടെ വൈവിധ്യമേറും തോറും ജീവികളുടെ പ്രവർത്തനക്ഷമതയും വർദ്ധിക്കുന്നു. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും കാണാം.